മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മോഫർ തട്ടിപ്പ് നടന്നെന്ന് പരാതി. മന്ത്രിയുടെ ഓഫീസിലെത്തി 60,000 രൂപ നൽകിയെന്ന ആരോപണവുമായി പാലക്കാട് ചിറ്റൂർ മണ്ഡലത്തിലെ സ്ത്രീകളാണ് രംഗത്തെത്തിയത്. ജനതാദൾ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലാണ് പണം വാങ്ങിയത്. മന്ത്രി കൃഷ്ണൻകുട്ടിയുള്ള വിശ്വാസത്തിലാണ് പണം നൽകിയതെന്നും പരാതിക്കാർ പറഞ്ഞു. ആരോപണം തെളിയിച്ചാൽ ഓഫീസിൽ നിന്നിറങ്ങാമെന്ന് കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, മന്ത്രിയുടെ ഓഫീസും ഈ വിവാദ കുരുക്കിലേക്ക് വരികയാണോ? എന്താണ് സ്ത്രീകൾ ഉന്നയിക്കുന്ന പരാതി? ദിവ്യ, തീർച്ചയായും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വ്യാപ്തിയിലേക്ക് തട്ടിപ്പ് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സ്ത്രീകളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ചിറ്റൂർ മേഖലയിലുള്ള വീട്ടമ്മമാരാണ് ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവരെ ഈ ഒരു തട്ടിപ്പിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത് ജനതാദളിന്റെ തന്നെ പഞ്ചായത്ത് അംഗമാണ്. ഇയാളുടെ ഈ ഒരു സ്ത്രീയുടെ വിശ്വാസപ്രകാരമാണ് ഇവരൊക്കെ തന്നെ മന്ത്രിയുടെ ഓഫീസിലെത്തുകയും ഇത്തരത്തിൽ പണം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സമയത്ത് മന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട ആരും തന്നെയോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മന്ത്രിയുടെ ഓഫീസിന് സമീപത്ത് തന്നെയുള്ള ദളിന്റെ പാർട്ടി ഓഫീസിൽ വെച്ചാണ് ഇത്തരത്തിൽ പണം കൈമാറുകയൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മളോടിപ്പോൾ പ്രതികരിച്ച ഉഷ എന്ന് പറയുന്ന വീട്ടമ്മയ്ക്കൊപ്പം തന്നെ നിരവധി സ്ത്രീകൾ ആ സമയത്ത് അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരോട് പറഞ്ഞത് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിനെതിരെ പരാതി ഉന്നയിച്ച ചില സ്ത്രീകളുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് അനുഷ പറയുന്ന ഒരു ഭർത്താവ് ജോലിക്ക് പോകണം അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ചേർന്നതാണ്. അപ്പോൾ വണ്ടി 1,20,000 പറഞ്ഞാൽ നമുക്ക് 60,000 അവിടെ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ 60,000 ഗവൺമെന്റിന്റെ സബ്സിഡി എന്നാണ് പറഞ്ഞ് ഞങ്ങളെ ചേർത്തിയത്. അപ്പം ഞങ്ങൾ 60,000 കെട്ടിയാൽ മതിയല്ലോ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വണ്ടിയില്ല. അപ്പോൾ ശരി ഒന്നാകട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾ പലിശയ്ക്ക് വാങ്ങിയിട്ടാണ് കൊണ്ടുപോയി സ്വർണ്ണമൊക്കെ വെച്ചിട്ടാണ് ഞാൻ 30,000 പലിശയ്ക്കും 30,000 സ്വർണത്തിനും വെച്ചിട്ടാണ് 2 കെട്ടായി കൊണ്ട് കൊടുത്തത്. 30,000 500 ഒരു കെട്ടും, പിന്നെ ഒരു 30,000 500 2 അങ്ങനെ ഒരു കെട്ടും. പിന്നെ 5,900 പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു 5,900 വന്നിട്ട് ഇതിന്റെ ഇൻഷുറൻസ് ആയിട്ട് കെട്ടണം പറഞ്ഞു. അപ്പൊ 5,900 ഇൻഷുറൻസ് ആയി കെട്ടണം പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇല്ല പറഞ്ഞപ്പോൾ പിന്നെ വേറെ ഒരു കുട്ടീനെ വിളിച്ച്, ഞങ്ങളുടെ അവിടുത്തെ ബന്ധുക്കാരെ കുട്ടിയാണ്, ആ കുട്ടീനെ വിളിച്ചിട്ട് പെഡൽ ബാങ്കിൽ നിന്നാകുമ്പോൾ വേഗം കയറും, നിങ്ങൾ പെഡൽ ബാങ്കിനുള്ള ഒരാൾക്കാരനെ വിളിച്ച് ചേർത്തിട്ട് നിങ്ങൾ വേഗം അയച്ചു തരും പറഞ്ഞു. ഈ പണം എവിടെ വെച്ചിട്ടാ കൈമാറിയത് മന്ത്രി ഓഫീസിൽ. ഈ സമയത്ത് മന്ത്രിയോ അല്ലെ മന്ത്രിയുടെ ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നു? നമുക്ക് അവരിനൊന്നും അറിഞ്ഞൂടാ. ബന്ധുവിന്റെ ബന്ധപ്പെട്ടവരുണ്ടോ എന്തെന്ന് അറിഞ്ഞില്ല. അവരുടെ ബാക്കിലായിരുന്നു ഒരു കണ്ണാടി കൂണ്ടുപോലെ ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളിലാണ് വെച്ച് എഴുതിയത്. പിന്നെ അവര് അതിൽ ആരോ 2 ആൾക്കാർ വന്ന് ഇരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെയല്ല, നിങ്ങൾ ഇപ്പുറത്ത് വന്ന് എഴുതി, നിങ്ങൾക്ക് അവിടെയല്ലോ പറഞ്ഞു. എന്നിട്ട് അവർ ഇങ്ങാപ്പുറത്ത് ടേബിളിൽ വന്ന് ഇരുന്നു. ഞങ്ങളുടെ അടുത്തൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇങ്ങാപ്പുറത്ത് ടേബിളിൽ വന്ന് ഇരുന്നത്. ഞാനത് നിറയെ ആൾക്കാർ വരുന്നതൊക്കെ കണ്ടിട്ട് തന്നെ നമ്മളും വിശ്വസിച്ച് കൊടുത്തിട്ട് വന്നു. റെസിപ്റ്റില് ബില്ലിന്ന് എഴുതി തന്നു, ഞാൻ കൊണ്ടുവന്നു. അപ്പോ ഈ മന്ത്രിയുടെ ഓഫീസിൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസത വന്നു? നല്ല വിശ്വാസമാണ്. ഞാൻ ദളിലെ ആളാണ്, നമ്മൾ വിശ്വസിച്ചു പോയി. ഞാൻ ഈ വാർഡ് 16-ാം വാർഡിൽ ഞാൻ ദളിന്റെ ആളാണ്. ഞാൻ എല്ലാവർക്കും നല്ല വോട്ടടക്കം ഞാൻ ചോദിക്കാൻ പോണ ഒരു വ്യക്തിയാണ്. അവന്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. ഇതിലേക്ക് കൊണ്ടുവന്നതും ദളിന്റെ ആള് തന്നെയാണോ? ദളിന്റെ ആള് തന്നെ. എന്നാൽ ഞാനും വിശ്വസിച്ചു, പറയൊന്നുമില്ല. എന്ത് ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. ഞങ്ങൾ അവരിന് ഏത് കക്ഷിക്കാരായാലും ശരി, ഏത് പാർട്ടിയിലുള്ളവരായാലും ശരി, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് മെയിൻ ഞങ്ങൾ അറിയാതെ പോയൊരു ഇങ്ങനെ ഒരു സ്കീമുണ്ട്, നിങ്ങൾ ചേരിയും പറഞ്ഞിട്ട് മെമ്പർ ഇങ്ങനെയൊക്കെ ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന ഓരോരോ മെമ്പറിന്റെ പേരും കൊടുത്തിട്ട് അവർ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്ന പോലെ ഇന്ന ആൾക്കാരാണ് ഈ വാർഡില് ഒരാൾ പേര് ഞാൻ അവരിന് പറഞ്ഞാൽ അവർ സങ്കടം വിചാരിക്കും, വേണ്ട. അവരുടെ പേരിലാണ് ഇത്രയും ഫോമുകൾ വന്നിരിക്കുന്നത്. എന്നിട്ട് വേറെ ഒരാളുടെ അടുത്ത് കൈമാറുകയും ചെയ്യും. ഞാൻ അവരിനോട് പറയുകയും ചെയ്തു, നിങ്ങൾ ഒന്ന് ചേർത്തിയില്ല എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ട് അവരിനോടൊന്ന് വഴക്കായി. ഇതിപ്പോ ഉഷ ചേച്ചി അല്ലാതെ കുറെ സ്ത്രീകൾ ഈ മേഖലയിൽ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ട് പറഞ്ഞാൽ ഞങ്ങളുടെ എനിക്ക് അറിഞ്ഞത് ഒരു 4-5 ആളേ ഉള്ളൂ. പിന്നെ മറ്റുള്ളവരൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അന്ന് 250 റുപ്യ 200 റുപ്യന്റെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങാൻ വേണ്ടി ചിറ്റൂരിൽ വന്നിട്ട് 1000-ന്റെ വാങ്ങാൻ പറഞ്ഞു. മന്ത്രിയുടെ ഓഫീസിലെ ഇത് കൊടുക്കാൻ പോകുന്ന സമയത്ത് കുറെ ആളുകൾ വേറെ ഉണ്ടായിരുന്നു ഈ പൈസ അടയ്ക്കാൻ വേണ്ടി? നിറയെ ആൾക്കാരുണ്ടായിരുന്നു. 19/10/2024 നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അത് ഞങ്ങളും വിശ്വസിച്ചല്ലേ കൊടുത്തത്. നിറയെ ആൾക്കാർ വരുന്നു. അപ്പൊ അതിൽ ഒരാള് പറഞ്ഞിരുന്നു, ഇത് ഇത്രയും പൈസ, അത് ആരും എന്തെന്ന് അറിയില്ല, ഇത്രയും പൈസ ഒന്നിച്ച് വാങ്ങുന്നതിന് പകുതി ഇപ്പൊ വാങ്ങിച്ചിട്ട് പകുതി വണ്ടി തരുമ്പോ നിങ്ങൾ വാങ്ങിച്ചതാണെങ്കിൽ വളരെ ഉപകാരമായി. ഈ പൈസ തിരിക്കാൻ തന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയെന്ന് അയാൾ പറയുകയും ചെയ്തു. ഒരു മകളിനെയാണ് തോന്നുന്നു കൊണ്ടുവന്നത്, മകളിനെയാണ് പെങ്ങളിനെയാന്ന് അറിയില്ല, അയാൾ പറയുകയും ചെയ്തു. ആലാറെന്ന് അറിയില്ല. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? നിലവിലെ ആനന്ദകൃഷ്ണന്റെ മേലെയാ പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഇന്നലെ ഓഫീസിൽ പോയി തന്നെ എഴുതി കൊടുത്തിട്ട് വന്നിട്ടുണ്ട് മിലിഞ്ഞാന്ന്.
ഞങ്ങളുടെ ആരെങ്കിലും അതിലുണ്ടെങ്കിൽ അതിൽ ശക്തമായ നടപടി ഉണ്ടാവും, ഒരു സംശയമില്ല. രാഷ്ട്രീയത്തിൽ ജീവിതത്തിൽ അങ്ങനെ ഒരു അഴിമതി ചെയ്തിട്ട് ജീവിക്കണമെന്നില്ല, അല്ല ഞാൻ തുറന്നു പറയാലോ, ഇതുവരെ ഉണ്ടായിട്ടില്ല. മന്ത്രിയുടെ ഓഫീസിൽ എവിടെയുള്ളവരാണ്, ആരെങ്കിലും നിങ്ങൾ ഒരാളെ കണ്ടുപിടിച്ചു തന്നത്, അപ്പോൾ ആ 5 മിനിറ്റ് കഴിഞ്ഞാൽ അവർ പുറത്തു പോകും. അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി ഓഫീസിൽ നിന്നാണ് ഇത് പറഞ്ഞതെന്നാണ് പറയുന്നത്. പാർട്ടി ഓഫീസിൽ നിന്നാണ് ഇവർ കംപ്ലൈന്റ് എഴുതി ഇവരിനെല്ലാം വിളിച്ചു വരുത്തിയിട്ട് കൊടുത്തത്. നന്ദഗോപാൽ തുടരുന്നുണ്ട്. നന്ദു, മന്ത്രിയുടെ വിശ്വാസത്തിന്മേലാണ് ഈ പണം നൽകിയത് എന്നാണോ സ്ത്രീകൾ പറയുന്നത്? ഇപ്പോൾ ഒരാളുടെ പ്രതികരണം മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതുപോലെ മറ്റെത്രത്തോളം വനിതകൾ അവിടെ JDS നേതാവിന് പണം നൽകിയിട്ടുണ്ടെന്നാണ് അറിവ്? നിരവധി സ്ത്രീകൾ ഈ ഒരു തട്ടിപ്പിന് അവിടെ ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരൊക്കെയായി നമ്മൾ സംസാരിച്ചിരുന്നു, പക്ഷേ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് വരാൻ ഇവരൊന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ ഈ ഒരു ഉഷ മാത്രമാണ് ഇത്തരത്തിൽ ധൈര്യപൂർവ്വം രംഗത്ത് വരികയും തനിക്ക് പറ്റിയ ഈ ഒരു തട്ടിപ്പ് അതിനെപ്പറ്റി പ്രതികരിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുള്ളത്. നിരവധി സ്ത്രീകൾ സമാനമായ രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുമുണ്ട്. ഉഷയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പല ഭാഗങ്ങളിൽ നിന്നും വായ്പയെടുത്തും സ്വർണം നടിച്ചുമൊക്കെയാണ് ഇവർ ഈ തുക കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ 60,000 രൂപയാണ് ഇവർ ഈ ഒരു മന്ത്രിയുടെ ഓഫീസിൽ വെച്ച ഈ ദളിന്റെ ഈ ഒരു ആൾക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. പഞ്ചായത്ത് അംഗമാണ്, അവർക്കാണ് കൈമാറിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മന്ത്രി പറയുന്നത് അനുസരിച്ച് ഇത്തരം ഒരു തട്ടിപ്പിനെ കുറിച്ച് താൻ ഒരു തരത്തിലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രിയുടെ ഓഫീസിന് തൊട്ട് സമീപത്ത് തന്നെയാണ് പാർട്ടി ഓഫീസും ഉള്ളത്. അപ്പോൾ ഇവിടെ വെച്ച് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും എഴുതുകയോ പണം വാങ്ങുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് തട്ടിപ്പാണ് എന്ന രീതിയിലേക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അത് തട്ടിപ്പാണ് എന്നൊന്നും അന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്ന ഒരു കാര്യം. ഇനി അങ്ങനെ ഒരു തട്ടിപ്പ് തന്റെ പേരിൽ തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ആ ഓഫീസ് വിട്ട് ഇറങ്ങാം എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അല്ലാത്ത പക്ഷം താനുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ട് എന്ന് തെളിയിച്ചാൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പണം വാങ്ങിയത് എന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ചും ദളിന്റെ ആളുകൾ തന്നെയാണ് ഈ പറ്റിക്കപ്പെട്ട സ്ത്രീകളും. അപ്പോൾ ഇവർ ഈ പണം വാങ്ങുന്ന സമയത്ത് മന്ത്രിയുടെ ഓഫീസിലായതുകൊണ്ട് സ്വാഭാവികമായും അവർ ഇത് കാര്യമായി തന്നെ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പണം കൊടുക്കുകയും ചെയ്തത്. ഏതായാലും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്, പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് വലിയ ആരോപണങ്ങളിലേക്കൊന്നും പോകാൻ ഇവർക്ക് താല്പര്യമില്ല. ഇവരെ സംബന്ധിച്ച് ഇവർ വായ്പയൊക്കെ എടുത്തു നൽകിയ തുകയാണ്, ഇത് എങ്ങനെയെങ്കിലും തിരികെ ലഭിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ഒരു വിഷയക്ക് അപ്പുറത്തേക്ക് നിരവധി സ്ത്രീകളും കൂടെയുണ്ട്. പക്ഷേ ഇവർ പരാതി നൽകിയെങ്കിലും ഇത്തരം ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. യെസ് നന്ദു, മന്ത്രിയുടെ പേര് പറഞ്ഞു തന്നെയായിരുന്നോ നേതാക്കൾ ഈ വനിതകളെ ക്യാൻവാസ് ചെയ്തതും പണം വാങ്ങിയതും? നിലവിൽ മന്ത്രിയുടെ പേര് പറഞ്ഞല്ല ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പകരം ഇതൊരു സർക്കാർ പദ്ധതിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അവർ പറഞ്ഞ കാര്യം 60,000 രൂപ നിങ്ങൾ നൽകുക, ബാക്കി പൈസ സർക്കാരിൽ നിന്നും ലഭിക്കും, ആ തുക കൊണ്ടാണ് വാഹനം ലഭിക്കുക എന്നുള്ളതാണ് ഇവർ ഈ തട്ടിപ്പിനിരയായവരോട് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ഇവർ അത് വിശ്വസിക്കുകയും ചെയ്തു. ഒപ്പം മന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നാൽ മതി, അവിടെ നിന്നും തുക കൈമാറാം എന്നുകൂടെ പറഞ്ഞപ്പോൾ ഇവർ പൂർണ്ണമായും ഇത് വിശ്വസിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ജനതാദൾ ഒരു അംഗമാണ് ഈ സ്ത്രീകളോടൊക്കെ തന്നെ ഈ പണം നൽകണമെന്നുള്ള കാര്യമൊക്കെ പറയുകയും ചെയ്തത്. സ്വാഭാവികമായും അവിടെ ഒരു വിശ്വാസക്കുറവ് വരേണ്ട കാര്യം ഇവർക്കില്ല എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഈ പണം പോവുകയും ഈ വാഹനമൊന്നും ലഭിക്കാതെ വരികയും ചെയ്തതോടുകൂടിയാണ് തട്ടിപ്പിന് ഇരയായി എന്നുള്ള ഒരു വിവരം ഇവർ അറിയുകയും ചെയ്തത്. ഇതോടെ കൂട്ടത്തോടെ ഈ സ്ത്രീകളൊക്കെ മന്ത്രിയെ പോയി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്ത്രീകൾ തന്റെ പേരിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മന്ത്രി കൂടെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി നേരിട്ട് SP-ക്ക് ഒരു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടോ, മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പരാതി നൽകിയിട്ടുണ്ടോ, ഒപ്പം സ്ത്രീകളും മറ്റ് പരാതികളൊക്കെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷ്ണൻകുട്ടിയുടെ ഓഫീസും വിവാദക്കുരുക്കിൽ വരികയാണ്. ഓഫർ തട്ടിപ്പിലാണ് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിനെതിരെ പരാതി ഉയർന്നിരിക്കുന്നത്. JDS നേതാവ് പണം വാങ്ങിയെന്നാണ് പാലക്കാട് ചിറ്റൂർ മണ്ഡലത്തിൽ നിന്നുള്ള സ്ത്രീകൾ ഉന്നയിക്കുന്നത്. എന്തായാലും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.